പരിശുദ്ധമായ ഹദീസ് പരിശോധിച്ചു നോക്കിയാലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്തതൊന്നുമില്ല. ഹബീബേ, ഈ കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെടുന്ന വിഷയത്തിനെ കുറിച്ച് നബി തങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇസ്ലാമിക യുദ്ധ ഉടമ്പടി എന്തെന്നറിയോ? അതാദ്യം പഠിക്കുക. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി എന്താ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പല യുദ്ധത്തിലും പങ്കാളിയായിട്ടുണ്ട്. സ്വഹാബാക്കളും പല യുദ്ധങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ യോദ്ധാക്കളെ നിർത്തിയിട്ട് ഹബീബായ തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണം നടത്താറുണ്ട്. لا تقتلوا شيخا ولا امرأة ولا صبيا. സ്വഹാബത്തെ നമ്മുടെ ശത്രുക്കൾ ആരുമാകട്ടെ, ജൂതരാകട്ടെ, നസ്രാണികളാകട്ടെ, മുശ്രിക്കീങ്ങളാകട്ടെ, ഫാസിസ്റ്റ്, നാസിസ്റ്റ്, ദുർഭൂത, ദുർഗുണ, സവർണ, സവർഗ, പ്രതിലോമ, പിന്തിരിപ്പൻ ശക്തികൾ ആരുമായാലും ലാ തഖ്തുലൂ ശൈഖൻ വലംറഅതൻ വലാ സബിയ. അവരുടെ വൃദ്ധന്മാരെയോ വൃദ്ധകളെയോ പെൺമക്കളെയോ പെണ്ണുങ്ങളെയോ സ്ത്രീകളെയോ കുഞ്ഞുമക്കളെയോ നിങ്ങൾ കൊന്നുപോകരുത് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി ഇതാണ്. പഠിക്കൂ, നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി ഇതാണ്. അള്ളാന്റെ റസൂൽ സഹാബാക്കളെ നിരത്തി നിർത്തിയിട്ട് പറഞ്ഞ വാക്കാണ്, ലാ തഖ്തുലൂ ഇംറഅതൻ. ഒരൊറ്റ പെണ്ണിനെ നിങ്ങൾ കൊന്നുപോകരുത്, ഒരു കുഞ്ഞിനെ കൊന്നുപോകരുത്, ഒരു വയസ്സനെ നിങ്ങൾ തൊട്ടുപോകരുത്. വലിയ വാക്കാ, തീർന്നില്ല. വലാ തഖ്തുലൂ ആബിദൻ ഫീ മിഹ്റാബിഹി വലാ റാഹിബൻ ഫീ സൗമഅതിഹി. പള്ളിയിൽ ആരാധിക്കുന്ന ഒരു ദാസനെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ. യൂദന്മാരുടെയോ യഹൂദന്മാരുടെയോ നസറാണികളുടെയോ ആരാധനാലയങ്ങളിൽ ആരാധിക്കുന്ന ഒരു പുരോഹിതനെയും നിങ്ങൾ വധിക്കരുത് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി. എന്താ ഈ വാക്ക്? ഈ പ്രവാചകനാണോ തീവ്രവാദി? ഈ സമുദായമാണോ തീവ്രവാദി? സഹാബാക്കൾക്ക് എന്താ കൊന്നൂടായിരുന്നു ജൂതന്മാരെ? ഇബാദത്ത് ചെയ്യുന്ന ആരാധിക്കുന്ന ഒരു പുരുഷനെയും കൊല്ലരുത്. അത് ക്രിസ്ത്യാനിയാകട്ടെ, അത് ജൂതനാകട്ടെ, ആരും ആകട്ടെ, കൊല്ലാൻ പാടില്ല. അവൻ ആരാധിക്കുന്നവനാണ്, അവനെ കൊല്ലരുത്. എത്ര വലിയ വാക്കാണ്! തീർന്നില്ല. ലാ തഖ്തുലൂ ശാബൻ മാദാമ ലാ യഹ്മിലു സിലാഹ്. ആയുധമില്ലാതെ നിന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ചെറുപ്പക്കാരൻ നിന്റെ വിരോധിയായിരിക്കാം. സ്വഹാബത്തെ, അവരെ നിങ്ങൾ തൊട്ടുപോകരുത്, കൊന്നുകളയരുത് കേട്ടോ. ആയുധമില്ലാതെ നിരായുധനായി സ്വഹാബാക്കളുടെ മുന്നിലേക്ക് അടുത്തു വരുന്ന ഒരു വിരോധിയാകട്ടെ, ഒരു പ്രതിയോഗിയാകട്ടെ, അവരെ കൊല്ലരുതേ എന്ന് ആദരവായ ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക ഇതൊക്കെ ചെറിയ കാര്യമാണ്. ഇത് യുദ്ധ ഉടമ്പടി, ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി. എന്നിട്ട് ഇസ്ലാമിനെ കുറ്റം പറയാണ് അല്ലേ? ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടിയാണിത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. വലാ തജഹസൂ ബിഖതീൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൃതദേഹങ്ങൾ നിങ്ങൾ വികൃതമാക്കരുത് കേട്ടോ. പരുക്കുപറ്റി കിടക്കുന്നവരെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ. വലാ തഖ്തുലൂ അലാ ജരീഹ്. ഗുരുതരമായി പരിക്ക് പറ്റി യുദ്ധരണാങ്കളത്തിൽ കിടക്കുന്ന, ആ യുദ്ധക്കളത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ സഹാബ, അവനെ കൊല്ലരുതേ, അവന്റെ കഥ കഴിക്കരുതേ. ഇനി യുദ്ധത്തിൽ ചത്തുപോയ ഒരു മൃതശരീരത്തെ നിങ്ങൾ അപമാനിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. വാക്കാ ഇത് ലോകത്താര് പഠിപ്പിച്ചു കൊടുക്കും? അള്ളാന്റെ റസൂലിന്റെ വാക്കാണ് ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ ഫലസ്തീനിൽ ഒരു ജൂതൻ ചത്ത് കിടക്കുന്നു, ഒരു ജൂതപ്പട്ടാളം, ഒരു ഫലസ്തീനിയ അദ്ദേഹത്തിന്റെ പോയി നെഞ്ചിൽ ഇങ്ങനെ ചവിട്ടുന്നു. ഉടനെ മറ്റൊരു ഫലസ്തീനി പാടില്ല, കാലെടുത്ത് മാറ്റുന്നു. വീഡിയോ കണ്ടതാണ്.
ഒരു ജൂതനാണ്. മറ്റവരെ കൊല്ലാൻ വെടിവെക്കാൻ വന്നവനാണ്. ആ വെടിയേറ്റ് അവനെ കൊന്നിട്ട് അവൻ ആ ദേഷ്യം കൊണ്ട് ഒരു ഫലസ്തീൻ ബാലൻ ചവിട്ടുന്നു. ഉടനെ തന്നെ മറ്റൊരാൾ കാലെടുത്ത് മാറ്റുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. മൃതദേഹത്തോട് ആദരവ് കാണിക്കുന്നുണ്ട് അവർ. അറിയോ? ഇത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഒന്നാം ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ കൊണ്ടുപോയി സ്വഹാബാക്കൾക്ക് ഈ യുദ്ധ ഉടമ്പടി ഒന്നുകൂടി പുതുക്കി കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇസ്ലാമിന്റെ ഉടമ്പടി ഇതാണ്. നിങ്ങൾ ഇതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അള്ളാന്റെ റസൂൽ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ ആരും ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല കേട്ടോ. ഇതാണ് ഇസ്ലാമിന്റെ ഉടമ്പടി. അവരെ കൊല്ലാമായിരുന്നില്ലേ? അന്ന യഹൂദിയ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാത്തിൻ മസ്മൂം. ഒരു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു ജൂത പെണ്ണ് മാംസത്തിൽ വിഷം കലർത്തിയിട്ട് നബി തങ്ങളെ കൊല ചെയ്യാൻ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിലേക്കൊന്ന് സ്പർശിച്ച പാടെ ജിബ്രീൽ വന്ന് തട്ടിമാറ്റിയെങ്കിൽ ഓർക്കണേ, ആ ജൂത പെണ്ണ് നബി തങ്ങളെ വകവരുത്താൻ ചെയ്ത പണിയായിരുന്നു അത്. ഉടനെ മനസ്സിലാക്കി മണത്തറിഞ്ഞ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വന്ന ഈ ജൂത പെണ്ണിന്റെ മുടിക്ക് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉറയിൽ കിടന്ന വാളെടുത്ത് ഊരിപ്പിടിച്ചിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, അഫലാ നഖ്തുലുഹാ, അല്ലാഹുവിന്റെ റസൂലേ, ഇവളെ ഞങ്ങളെ കഴുത്തറക്കട്ടെ നബിയേ. قال رسول الله صلى الله عليه وسلم لا ഉതുർകുഹാ, വെറുതെ അവളെ വിട്ടേക്കൂ ഉമറേ, അവളെ കൊല്ലേണ്ടതില്ല ഉമറേ. ജൂതപ്പെണ്ണ് നബിയെ കൊല്ലാൻ വന്ന ഒരു പെണ്ണ്, നബിയെ കൊല്ലാൻ വന്ന ജൂത പെണ്ണിന് ഇസ്ലാം പറഞ്ഞ് അവരോട് കാണിച്ച നീതിയും യുദ്ധ ഉടമ്പടി ഇതായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ആര്? തീവ്രവാദി. സ്വന്തം നാടിന് വേണ്ടിയിട്ട് നിലനിൽക്കാൻ ചെറുത്ത് നിൽക്കുന്നവൻ തീവ്രവാദി. അവനെയൊക്കെ കൊന്നൊടിച്ചിട്ട് അവിടുത്തെ പെട്രോൾ എടുക്കാൻ നിൽക്കുന്നവൻ ഈ നാട്ടിൻ്റെ മിതവാദി. ഇതല്ല ലോകം. നമ്മൾ പിറന്നു വീണ മണ്ണിനെ നമ്മളെ ഇവിടുന്ന് ഓടിച്ചിട്ട് തീവ്രവാദി. നമ്മളൊക്കെ തീവ്രവാദി. ഇതല്ലേ നമ്മൾ ആലോചിച്ചു. എന്തായി തീവ്രവാദത്തിന് അർത്ഥമെന്ന് പോലും പറഞ്ഞു. സമാധാനത്തിൻ്റെ കാംക്ഷികളാണ് നമ്മളാരെങ്കിലും ഇങ്ങനെ വെറുതെ കൊന്നോ? ആരെങ്കിലും അടിച്ചു കൊന്നോ? ആരെങ്കിലും ഇഷ്ടി വെച്ച് തലക്കടിച്ചു കൊന്നോ? ആരെങ്കിലും വിഷം കൊടുത്ത് കൊന്നോ? ആരെങ്കിലും എവിടെയെങ്കിലും ബോംബ് വെച്ചോ? ബോംബ് വെച്ചോ ഒക്കെ ഞങ്ങളാണെന്ന് പരസ്യമായിട്ട് ഓരോരുത്തർ പ്രഖ്യാപിച്ചല്ലോ. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും വല്ല കേസെടുത്തോ? മുസ്ലിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഉടനെ ഭയങ്കരമായ കേസ്. മറ്റുള്ളവർ എത്രയോ ആക്ഷേപിക്കുന്നു. വല്ല കേസുണ്ടോ? ഇല്ല, ഒരു കേസുമില്ല, ഒരു കേസുമില്ല. അപ്പൊ നമ്മളെ ഒരു തീവ്രവാദികളാക്കി മാറ്റി. ഇതാണ് നമ്മുടെ പരീക്ഷണം. മുസ്ലിം, നീ മുസ്ലിമാണോ? ഖിയാമത്ത് വരെ നിന്റെ പരീക്ഷണം ഇതാണ്. ഖിയാമം വരെ നിന്റെ പരീക്ഷണം ഇതാണ്. ഇതിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ, അതോ നീ അൺസഹിക്കബിൾ ആണോ? ഇത് പറ്റൂല എന്ന് നീ പറയുവോ ഇല്ലയോ എന്ന് അറിയാൻ അള്ളാഹ് ചെയ്യുന്ന പണിയാണിത്. ഇതാണ് പരീക്ഷണം. അലിഫ് ലാം മീം അഹസിബൻ നാസ് أن يتركوا أن يقولوا آمنا وهم لا يفتنون. അള്ളാഹ് പറഞ്ഞ വാക്ക് എത്ര വലിയ വാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ പഠിക്കുക സുഹൃത്തുക്കളെ, ഖുർആൻ പഠിക്കും. നമുക്ക് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. എല്ലാം ഈ യുദ്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫലസ്തീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചോ ഒന്നും MP യോ MLA യോ വാർഡ് മെമ്പറോ ഒന്നും അല്ല സംസാരിക്കണം. അവർക്കൊന്നും ഒന്നും അറിഞ്ഞൂടാ. അവർക്കൊന്നും ഒന്നും അറിഞ്ഞൂടാ. അവർക്കൊക്കെ എന്താ പറയുക? അവർക്കിങ്ങനെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അവരങ്ങനെയാണ് ഇവരാണ് കാണിക്കുന്നത്, ശരിയല്ല, ഈ കുഞ്ഞുങ്ങളെ കൊല്ലണം, ഇതൊക്കെ അവർക്കറിയോ? യഥാർത്ഥ ചരിത്രം അറിയോ? അത് ഖുർആൻ പഠിക്കണോ? ഖുർആനിലേക്ക് വാ. അവിടെ നടക്കുന്ന സംഭവം ഖുർആനിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. അപ്പം നമ്മൾ MB എടുത്ത് വന്നിട്ട് ഇപ്പം ഹദീസ് പഠിക്കുക ഹബീബ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെ ഖുർആൻ്റെ 2 ആയത്തോത് ഹബീബ് എന്ന് പറയാൻ പറ്റുമോ? ഖുർആനിലുണ്ടല്ലോ സംഭവം. ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരാണ് ഫലസ്തീൻ എന്താന്ന് പറയേണ്ടത്. ഫലസ്തീനെ കുറിച്ച് പറയേണ്ടത് ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരാണ്. അല്ലാതെ ഫലസ്തീനെ കുറിച്ച് ആർക്കറിയാം? പ്രേമചന്ദ്രൻ MB വിളിച്ചു കഴിഞ്ഞാൽ ഫലസ്തീൻ്റെ മഹത്വം എന്നറിയാം. ഒരു ഹദീസ് ഒത്തിട്ട് പറയട്ടെ. പ്രസംഗിക്കാൻ എല്ലാവരും പറയും. കോരിക്കുന്നൽ സുരേഷ് MB എല്ലാവരും പറയും. ശശി തരൂരും പറയും. എല്ലാവരും പറയും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നേ ഉള്ളൂ സംഭവം. എല്ലാവരും പറയാൻ എല്ലാവരും ഉണ്ടാവും.
എന്തേ സംഭവം എല്ലാവരും പറയും, പക്ഷേ കാതലില്ല. കാതലായ വിഷയം ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ പഠിച്ചെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ യുദ്ധം കുഞ്ഞുമക്കളൊക്കെ മരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കെന്തോ വലിയ വിഷമമാണ്, നമുക്ക് വലിയ വിഷമവും പ്രയാസം ഉണ്ടാവും. പക്ഷേ ആ കുഞ്ഞുമക്കളുടെ അവസ്ഥ എന്താന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ ആലോചിച്ചു പോണ്, ആ മരിച്ച കൂട്ടത്തിൽ നമ്മളോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നല്ലോ. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറാമല്ലോ, എത്ര എളുപ്പമുള്ളവരോട്. നമ്മൾ എന്ത് ത്യാഗം സഹിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഈ ബോംബ് വന്ന് അവരുടെ ശരീരത്തിലേക്ക് വീഴുന്ന ഈ ഗസയിലുള്ള മക്കൾ, ഫലസ്തീനിലെ മക്കൾ ഒരൊറ്റ തുള്ളി രക്തം ആദ്യം ചീറ്റുന്നതോടുകൂടി മുഴുവൻ ഭാവം പുറത്തു. ഔവ്വൽ ഖത്തറത്തിൽ ആദ്യത്തെ ഒരു തുള്ളി രക്തം, അതോടെ പാവം മുഴുവനും പുറത്തു. പിന്നത്തെ ഓരോ തുള്ളി രക്തത്തിനും പദവി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശുഹദാക്കൾ ആരെന്ന് പഠിക്കണം. നമ്മുടെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആരാണ് ശുഹദാക്കൾ എന്ന് പഠിക്കണം. വെറുതെ നമ്മൾ ഷഹീദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഷഹീദ്? ഷഹീദിന്റെ മാന അർത്ഥം എന്താണ്? അവർക്കുള്ള പദവി, കൂലി എന്താണ്? അതാദ്യം പഠിക്കുക. എന്താണ് ഷഹീദ് എന്ന് പറയുന്നത്? ഇന്ത്യൻ പട്ടാളം മരിച്ചാൽ പോലും പറയുന്ന പേര് ഷഹീദ് എന്നാണ്. ഹിന്ദിയിൽ അവർ ഷഹീദ് എന്നാ പറയാ. പക്ഷേ ഈ ഷഹീദ് എന്ന് ലോകത്ത് 3ാമത്തെ സ്ഥാനക്കാരാണ് ഷഹീദ്, ശുഹദാക്കൾ. അള്ളാഹു അനുഗ്രഹിച്ചവരിൽ 3ാം സ്ഥാനക്കാരാണ്. അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹ് അനുഗ്രഹിച്ചതിൽ 3ാമത്തെ പട്ടികയിലുള്ള ആൾ, ഒന്നാമത്തെ പട്ടികയിലുള്ള അമ്പിയാക്കൾ. അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. 2ാമതാണ് സിദ്ദീഖീങ്ങൾ. 3ാമത് ശുഹദാക്കളാണ് കേട്ടോ. 3ാമത് ശുഹദാക്കളാണ് കേട്ടോ. ചെറിയ കാര്യമല്ല അത്. അള്ളാഹു പറഞ്ഞ വാക്കാണ് ഇത്. അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഇസ്ലാമിലെ 3ാമത്തെ സ്ഥാനമാണ് ശുഹദാക്കൾ. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ഖുർആൻ വിശ്വസിക്കോ? ഫലസ്തീനിലെ 11,500 മക്കൾ മരിച്ചിട്ടില്ല. ഖുർആൻ പറയുക വാക്കാണ്. ഫലസ്തീനിലെ 11,500 പേര് മരിച്ചിട്ടില്ല. ഖുർആനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറയും മരിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞ വാക്കാണ്. ولا تقولوا لمن يقتل في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടഞ്ഞു മരിച്ചവര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കെട്ടിടത്തിന്റെ അടിയിൽ കിടന്ന് കുടുങ്ങി മരിച്ചവര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരമാസകലം വെന്തുപൊള്ളി മരണപ്പെട്ടു പോയവര്, അവർ മരിച്ചു എന്ന് പറയരുതേ. ബൽ മറിച്ച് അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. മറിച്ച് അള്ളാന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, വിഭവങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ. ജീവിച്ചിരിക്കുന്നവരെ ഭക്ഷിക്കുള്ളൂ, മരിച്ചു കിടക്കുന്നവൻ തിന്നോ? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വാക്കെന്താ? ബൽ അഹ്യാഉൻ എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹ് അവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് അള്ളാഹ് പറഞ്ഞാൽ മതി. ബൽ അഹ്യാഉൻ എന്ന് അള്ളാഹ് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹ് അതുകൊണ്ട് നിർത്തിയില്ലല്ലോ. ഇന്ദ റബ്ബിഹിം യുർസഖൂൻ എന്നൂടെ അള്ളാഹ് ചേർത്ത് പറഞ്ഞു. അവർ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് അള്ളാഹ്ക്ക് പറഞ്ഞു നിർത്താം. പക്ഷെ അള്ളാഹ് അങ്ങനെ നിർത്തിയില്ല. ഇന്ദ റബ്ബിഹിം യുർസഖൂൻ. അവര് നല്ല അടിച്ചു പൊളിച്ച് ഷവർമ, ഷവായ, അല്ല സ്വർഗത്തിലത്തെ നല്ല കാട കോഴി തിന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്ന അള്ളാഹ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മരിച്ചിട്ടില്ല എന്നല്ലേ ഹബീബെ മന്നാനി? അല്ലേ? നിങ്ങളെ പോലെ തടിയായിട്ടിരിക്കട്ടെ അവര്. അല്ല തിന്ന് കൊഴുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. മനസ്സിലായില്ലേ? ഇതേപോലെയാണ് ഉഷാറാവണമെന്നാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ വണ്ണം കുറച്ചു കൊടുക്കട്ടെ. ഇത്ര ദുആ റബ്ബേ. നാളെ എങ്ങാനും നിങ്ങൾ സ്ലിം ആയാൽ രക്ഷപ്പെട്ടില്ലേ? അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടില്ലേ? ആളെ സ്ലിം ആയി പോയാല് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അൽ മഹ്ദിയു മിന്നീ ഔ മിൻ ഇത്രതി ഔ മിൻ അഹ്ലി ബൈതി
അള്ളാഹുവിന്റെ റസൂൽ പറയാതെ പോയിട്ടില്ല. മഹ്ദി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ ഫാത്തിമയുടെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് മഹ്ദി എന്ന് പറയുന്നയാൾ. മഹ്ദി ഒരു പേരല്ല, മഹ്ദി എന്ന് പറയുന്ന ഒരു പേരല്ല. ഫൈന്നഹു ഖലീഫത്തുല്ലാഹിൽ മഹ്ദി എന്നാണ് അതിന് പറയാ. അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദീൻ. നേർവഴി കാട്ടിത്തരുന്ന ആളാണ്, സത്യത്തിന്റെ വഴിത്താരയിലൂടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ പിൻപറ്റണേ, അതെന്റെ സഹാബാക്കളാണ്, എൻ്റെ സഹാബാക്കളാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ അങ്ങനെ വഴികാട്ടിയാണ് ഈ മഹ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തി. അജ്ലൽ ജബ്ഹതി വഅഖ്നൽ അൻഫി, അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിശാലമായതാ, കേവലം ഒരു നീളമുള്ള മൂക്കുള്ള മനുഷ്യനാണ് കേട്ടോ. എന്റെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ജനിക്കുന്നത്. യുവാതിഉ ഇസ്മുഹു ഇസ്മി വസ്മു അബി, എൻ്റെ പേരിനോടും എൻ്റെ പിതാവിൻ്റെ പേരിനോടും അദ്ദേഹത്തിൻ്റെ പേരിന് സാദൃശ്യമുണ്ട് കേട്ടോ. എന്താണ് ആ പേരെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹിൽ ഫാത്തിമിൽ അലവിയിൽ ഹസനി റളിയല്ലാഹു അൻഹു. അതാണ് മഹ്ദി ഇമാമിന്റെ പേര്. എന്താ പേര്? മുഹമ്മദ് ഇബ്നു അലവിയിൽ ഫാത്തിമിയിൽ ഹസനി. ഇതാണ് മഹ്ദി ഇമാമിന്റെ പേര്. മഹ്ദി മഹ്ദി എന്നുള്ള പേരല്ല, അതൊരു വഴികാട്ടിയാണെന്നാണ് അതിന്റെ അർത്ഥം. മഹ്ദി ഇമാമാണ് ഡമാസ്കസിലെ ജാമിയ മസ്ജിദുൽ അസറിന്റെ സമയത്താണ് ഇമാമത്ത് നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മിനാരത്തിന്റെ മുകളിൽ കൊണ്ടെത്തിക്കുന്നത്. ആ ചിറകിൽ കയറി മിനാരത്തിന്റെ മുകളിലേക്ക് വരുമ്പോ അവിടെ ഒരു കോണി സ്ഥാപിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലൂടെ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം താഴേക്ക് ഇറങ്ങി വരുമത്രേ. ആ സമയത്ത് അസറിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടിരിക്കുന്ന സമയം ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോ ഇമാം മഹ്ദി പറയുകയാണ്, അങ്ങ് ഇമാമ് നിൽക്കണേ, അങ്ങ് ഇമാമത്തിന് നേതൃത്വം വഹിക്കണേ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ ഇമാമത്ത് നിൽക്കുകയില്ല. ഈ ശരീഅത്ത് പ്രവാചകന്റെ ശരീഅത്താണ്. ഈസാ നബി ഒരു പ്രവാചകനാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വന്നതോടുകൂടി ഈ പ്രവാചകന്റെ ഈ ശരീഅത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനിയൊരു പുതിയ ശരീഅത്തിന് ഉടലെടുക്കുകയില്ല, തുടക്കം കുറിക്കപ്പെടുകയില്ല. മഹാനായ ഈസ നബി വന്നാലും അത് മുഹമ്മദ് നബി തങ്ങളുടെ ശരീഅത്തിനെ പിൻപറ്റിയേ മതിയാവൂ. അതുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇമാം മഹ്ദിയോട് പറയുകയാ, നിങ്ങൾ അങ്ങ് ഇമാമത്ത് നിൽക്കണേ, ഞാൻ അങ്ങയുടെ പുറകിൽ നിന്ന് നമസ്കരിച്ചു കൊള്ളാം. വയുസല്ലി ഖൽഫൽ മഹ്ദി, മഹ്ദി ഇമാമിന്റെ പുറകിൽ നിന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കരിക്കും. അവിടെ വെച്ചാണ് അധികാരം കൈമാറുന്നത്. പിടിച്ചോ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വരുമ്പോൾ 7 വർഷം ഈ ദുനിയാവിൽ താമസിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ അവർക്കുള്ള സംവിധാനങ്ങൾ വഴി ഒരുക്കാനാണ് മഹ്ദി ഇമാം വരുന്നത്. 5 വർഷമെന്നും 7 വർഷമെന്നും 9 വർഷമെന്നുണ്ട് ഇവിടെ ജീവിക്കും ദുനിയാവിൽ. നമ്മളെ വഴി ഒരുക്കി കൊടുക്കും. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദജ്ജാലിനെ കൊല്ലുന്നത്. ദജ്ജാലിനെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ആർക്കിപ്പോ ദജ്ജാലിനെ ചർച്ച ചെയ്യുന്നുണ്ട്? ഇത് ഖിയാമത്ത് നാളിൽ അടയാളത്തിൽ വരുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ദജ്ജാലിനെ നമ്മൾ ചർച്ച ചെയ്യണം. ആരും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ടാണ് നിസ്കാരത്തില് മസീഹ് ദജ്ജാൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ തേടുന്നു. എന്തിനാ അത് കാവൽ തേടുന്നറിയോ? നിസ്കാരത്തിൽ എന്തിനാ കാവൽ തേടുന്നറിയോ? അതാണ്
ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് മുനാഫിഖീങ്ങളായ മുനാഫിഖത്തുകളായ ആണും പെണ്ണുങ്ങളും ഈ ദുനിയാവിൽ കോലം കെട്ടി ജീവിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ മുനാഫിഖീങ്ങളായ കാപഢ്യത്തിന്റെ വേഷത്തിന്റെ ഉടമകളായ നാമധാരികളായ മുസ്ലിം സമുദായമുണ്ടല്ലോ, ദജ്ജാലിന്റെ വരവോടുകൂടി അവർ മദീനയിലേക്ക് ഒളിച്ചു നിൽക്കുമത്രേ. മദീനയിലേക്ക് അവർ കയറും, മദീനയിലേക്ക് ചാടിക്കയറും. ഒളിച്ച് കാണാൻ ദജ്ജാല് 3 സ്ഥലത്ത് വരൂല. മക്കയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും ദജ്ജാൽ വരൂല. അപ്പൊ ദജ്ജാലിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുനാഫിഖീങ്ങളായ മുസ്ലിമീങ്ങൾ പലസ്തീനിന് വേണ്ടി കണ്ണുനീരൊരുക്കും. ജീവിതത്തെ സംസ്കരിച്ചിട്ടില്ല. ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കൂല, ഫർള് നിസ്കരിക്കൂല, ഖുർആൻ ഓതിട്ടില്ല. ഫലസ്തീനിന്റെ ഐക്യദാർഢ്യയുടെ മസിൽ പവർ കാണിക്കലാണ് ഫലസ്തീനിന്റെ ഐക്യദാർഢ്യം. ഇവന്റെ പറച്ചിൽ കേട്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഇവൻ പോയി അമ്മാസിന്റെ കൂട്ടത്തിൽ അവിടെ ചേരുന്ന മട്ടിലാണ് ഇവന്റെ ആ ഇൻഗുലാബ് വിളി കണ്ടാല് എന്തായാലും ചെയ്യാൻ പറ്റും നമുക്ക്. ശരി, ഇനിയിപ്പോ നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്ന ചൊല്ലി, ഹമാസിന് വേണ്ടി പോകാൻ ആളുകളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം പോവോ? അങ്ങനെ എങ്ങാണ് ഒരു റിപ്പോർട്ട് വന്നാൽ പോവോ സുഹൃത്തുക്കളെ? ഇവിടെ കിടന്ന് നമ്മൾ ഇൻകുലാബ് സിന്ദാബോ ഒക്കെ വിളിക്കും. അതൊക്കെ വിളിക്കാനൊന്നും ഒരു കുറവില്ല. അതൊക്കെ എല്ലാവരും ഒക്കെ വിളിക്കും. അപ്പൊ കേവലം ഈ വേഷം ധരിച്ചിട്ട് മുനാഫിഖീങ്ങളായിട്ട് കഴിയുന്ന മുസ്ലിമുകൾ ഉണ്ടല്ലോ, മുനാഫിഖീങ്ങൾ എന്നാണ് അവരെ പറയപ്പെടുക. മുനാഫിഖീങ്ങൾ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഇതൊക്കെ ഇപ്പൊ നമ്മൾ ആരൊക്കെയാന്നൊക്കെ തെളിവടക്കം പറയാം. പക്ഷെ ലൈവില് പറയാൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും? കുറെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണ്ടേ. അപ്പൊ മുനാഫിഖീങ്ങളും മുനാഫിഖത്തുകളുമായ ആണും പെണ്ണുങ്ങളും മദീനയിലേക്ക് അവര് പോയി ഒളിച്ചിരിക്കും. മദീന ഇത്ര നാള് അള്ളായ പൊട്ടനാക്കിയിട്ട് ചാവാറായപ്പം ഫിത്നയും ഫസാദും വന്നപ്പം ദജ്ജാലിന്റെ വരവ് കണ്ടപ്പം നീ ആ ദജ്ജാലിനെ പേടിച്ചിട്ട് നിന്നെ പിടിക്കൂലെന്നും കരുതിയിട്ട് മദീനയിൽ പോയി നീ ഒളിച്ചിരിക്കാൻ പോകുന്നു ഇല്ലേ? അള്ള പൊട്ടൻ. ഫൈനഹാ ترجف بأهلها أي إن المدينة ترجف بأهلها 3 رجفات فيخرج منها إلى كل منافق ومنافقة إليه أي إلى الدجال. മദീനയിലേക്ക് ഒളിച്ചിരിക്കുന്ന ഓരോ കാപഢ്യത്തിന്റെ ഉടമകളായ നാമധാരികളായ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ട് മദീന കിടുകിട വിറയ്ക്കുകയാണ്. ഫൈന്നഹാ തർജുഫു ബിഅഹ്ലിഹാ 3 റജഫാത്ത്. 3 പ്രാവശ്യം മദീന കുലുങ്ങുമത്രേ. 3 പ്രാവശ്യം കുലുങ്ങും. ഭൂകമ്പം കുലുക്കല്ല. ഈ മുനാഫിഖീങ്ങൾ അപ്പോൾ പേടിക്കും. ഒളിച്ചിരിക്കുന്ന മുനാഫിഖീങ്ങൾ അവിടെ നിന്ന് പുറപ്പെടും. യഖ്റുജു ഇലൈഹി, ദജ്ജാലിന്റെ വായിലേക്കാണ് അവർ പോവുക. ഉടനെ ദജ്ജാൽ അവരെ കയറി പിടിക്കുകയാണ്. അങ്ങനെ 3ാമത്തെ കുലുക്കത്തോടെ മദീനയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സകലമാന മുനാഫിഖീകളും അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമത്രേ. അതുകൊണ്ട് ദജ്ജാൽ വരുമ്പോ അവനെ പേടിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലോ മദീനയിലോ മക്കയിലോ ഒളിക്കാമെന്ന് കരുതണ്ട കേട്ടോ. അവിടെ നിന്ന് അള്ളാഹു നിങ്ങളെ പുകച്ചു ചാടിക്കും കേട്ടോ. പുകച്ചു ചാടിക്കാണ്. ആ കളി അവിടെ നടക്കൂല. കളിയൊന്നും അള്ളാഹ് അവിടെ നടത്തൂല. പുകച്ച് അടിക്കും അള്ളാഹു തആല. പോടാ, ഇത്ര നാള് നിനക്ക് അള്ളാഹു റസൂൽ വേണ്ട. ഇപ്പൊ ദജ്ജാലിനെ കണ്ടപ്പോ നീ പേടിച്ചിട്ട് മദീനയിൽ ഒളിക്കാൻ പോന്നു അല്ലേ? അങ്ങനെ ദജ്ജാലിന്റെ വാതിലേക്ക് വരും. ദജ്ജാൽ അവനെ പിടിച്ച് നരകത്തിൽ എറിയും. തീർന്നു. ആ ദജ്ജാലിനെ കൊല്ലാൻ സഹായിക്കും ഇമാം മഹ്ദി. വയുസാഇദുഹു അലാ ഖത്ലി ദജ്ജാൽ. ദജ്ജാലിനെ കൊല്ലാൻ മഹ്ദി സഹായിക്കും. എവിടെ വെച്ച്? ഇലാ ബാബിൽ ലുദ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ഇന്ന് ഇസ്രയേലിന്റെ എയർപോർട്ട്. ആ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ദജ്ജാലിനെ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലുന്നത്. ദജ്ജാല് ഈസ നബി അസർ നമസ്കാരത്തിന് ഇറങ്ങി എന്നറിയുമ്പോൾ തന്നെ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ,
ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു പോകുന്നത് പോലെ, ഉരുകി പോകുന്നത് പോലെ ഈസാ നബി ഇറങ്ങിയിട്ടുണ്ടെന്നറിയുമ്പോ ദജ്ജാൽ ഉരുകുകയാണ്. ഭയങ്കര പേടിച്ചു വിറച്ചിട്ട് ഇസ്രായേലിന്റെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അവനെ ഖത്ൽ ചെയ്യുന്നത്. അതിനെ സഹായിക്കാനും കൂടി ബഹുമാനപ്പെട്ട ഇമാം മഹദി റഹ്മത്തുള്ളാഹി ഉണ്ടാവും. പിന്നെ അദ്ദേഹം വഫാത്താവുകയാണ്. അപ്പൊ അതിന് പിന്നെ ഉത്തരവാദിത്തം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പൊ അതുകൊണ്ട് മഹദി ഇമാം വരും എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ബൈനാക്കുള്ള വെച്ച് നോക്കണ്ട. അതൊക്കെ ഒരു സമയമാകുമ്പോൾ അള്ളാഹു താല അത് എത്തേണ്ട സമയമാകുമ്പോൾ എത്തും. നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കണ്ട. നമ്മൾ നന്നായി ഒന്ന് ദ്വാരക്കാൻ മതി. നമ്മളിപ്പോൾ നന്നായി ദ്വാരക്കാൻ മതി. ഇതൊന്നും കുഞ്ഞുങ്ങളെ കണ്ടിട്ടും കുഞ്ഞുങ്ങളുടെ മയ്യത്തിരിക്കുന്ന കണ്ടിട്ടും അതേപോലെ പ്രതീകാത്മക മയ്യത്തുണ്ടാക്കിയൊക്കെ നമ്മൾ വലിയ റാലി ജാഥയൊക്കെ സംഘടിപ്പിച്ച് ഭയങ്കര പ്രഭാഷണമൊക്കെ നമ്മൾ നടത്തും. ഒക്കെ സംഭവം ശരി തന്നെയാണ്. ഇതൊക്കെ സംഭവം ശരി തന്നെയാണ്. വല്ല ഫായിദ ഉണ്ടാ? നമ്മൾ എത്ര ദൂരം കിടക്കുന്നവർ, തൊട്ടടുത്ത് കിടക്കുന്നവർ എന്തേ മിണ്ടാത്തത്?